നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് പാലാരിവട്ടം പാലത്തിന്റെ അടുത്താണ്. പാലാരിവട്ടം പാലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള രാഷ്ട്രീയത്തെ ഉലച്ച ഒരു കള്ളക്കഥയുടെ കഥയാണ്. അതൊരു വല്ലാത്ത കഥയാണ്. ഇന്ന് ദുഃഖവെള്ളിയാണ്. ഗാഗുൽത്തായ് മലയിൽ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയ ദിവസം. കുരിശിലേറ്റപ്പെട്ട് കൊല്ലപ്പെടാൻ പോകുമ്പോഴും ഈ പാപികൾ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്നും ഈ പാപം ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച യേശുക്രിസ്തുവിന്റെ കുരിശിലേറ്റപ്പെട്ട ദിവസം ഈ ദുഃഖവെള്ളി. ഇതുപോലെ കേരള രാഷ്ട്രീയത്തിൽ നാടിനു വേണ്ടി നല്ലത് ചെയ്തുകൊണ്ട് നാടിന് മികച്ച ഭരണം ഉണ്ടാക്കിയത് കൊണ്ട് ഇടത് സർക്കാരിന്റെയും CPM-ന്റെയും സൈബർ അറ്റാക്കുകൾക്കും കള്ളപ്പരാതികൾക്കും ഇല്ലാ കഥകൾക്കും വേട്ടയാടപ്പെട്ട 3 നേതാക്കന്മാരുടെ കഥയാണ് ഇന്നത്തെ കഥ. അതൊരു വല്ലാത്ത കഥയാണ്. ഈ പാലാരിവട്ടം പാലത്തിന് മറ്റൊരു ചരിത്രമുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അദ്ദേഹത്തെ ഏറെ വേട്ടയാടിയ ഒരു പാലമാണിത്. UDF എന്നൊക്കെ തുടർ ഭരണത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടായിട്ടുണ്ടോ? UDF-ന്റെ മികച്ച നേതാക്കന്മാരെ അല്ലെങ്കിൽ UDF-ന്റെ മികച്ച ഭരണം വരുമ്പോ ഇവർ കള്ളക്കേസുകളിൽ കുടുക്കി വേട്ടയാടുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥിരം പതിവാണ്. നമുക്ക് അതിലേക്കൊന്ന് പരിശോധിക്കാം. ആ ചരിത്ര നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. UDF-ന്റെ മികച്ച 3 ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാർ ഇന്ന് പുതുപ്പള്ളി പള്ളിയിലെ പുണ്യാളന്മാരുടെ കബറിടത്തിന്റെ ഓരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. രണ്ടാമത്തെ കേരളത്തിന്റെ അന്നത്തെ UDF-ന്റെ ധനകാര്യമന്ത്രി പാലായിലെ കുഞ്ഞുമാണി എന്ന മാണി സാർ. മൂന്നാമത് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കളമശ്ശേരിയിലെ VK ഇബ്രാഹിം കുഞ്ഞ്. 3 പേരും ഇന്ന് ജീവനോടെയില്ല. അവർ മരണപ്പെട്ടിരിക്കുകയാണ്. അവർ രോഗികളായാണ് മരണപ്പെട്ടത്. അതിന്റെ പുറകിലും ഒരു ചരിത്രമുണ്ട്. നമുക്ക് പരിശോധിക്കാം. ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിൽ UDF ഒരു തുടർ ഭരണത്തിലേക്ക് കടക്കുമെന്ന് തോന്നലുണ്ടായപ്പോ സോളാർ സരിത എന്ന് പറയുന്ന സ്ത്രീയെ വെച്ച് കള്ളപ്പരാതികൾ ഉണ്ടാക്കി അദ്ദേഹത്തെ തെരുവിൽ വേട്ടയാടി അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും മക്കളെ പോലും നിയമസഭയിൽ ആക്ഷേപിച്ച് അദ്ദേഹത്തെ ഒരു മാറാ രോഗത്തിലേക്ക് തള്ളിവിട്ടത് ഇതേ ഇടത് സർക്കാരാണ്. രണ്ടാമത് അന്നത്തെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി പ്രിയപ്പെട്ട മാണി സാർ. അദ്ദേഹത്തെ ഇല്ലാത്ത ബാർക്കോഴയുടെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടിയവർ, അദ്ദേഹത്തെ തെരുവിൽ തടഞ്ഞവർ, അദ്ദേഹത്തെ പിന്നീട് മാറാ രോഗത്തിലേക്ക് തള്ളിവിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും വേട്ടയാടിയവർ ഇതേ ഇടതുപക്ഷക്കാരാണ്. മൂന്നാമത് കേരളത്തിലെ മികച്ച മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിനെ ഇല്ലാത്ത പാലാരിവട്ടം പാലത്തിന്റെ തകർച്ചയുടെ പേരിൽ, തകരാത്ത പാലത്തിന്റെ പേരിൽ പഞ്ചവടി പാലം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത അഴിമതി കഥകൾ ഉണ്ടാക്കി അദ്ദേഹത്തെയും വേട്ടയാടിയത് ഇതേ ഇടതുപക്ഷ സർക്കാർ. പിന്നീട് ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നപ്പോ ഈ അഴിമതി കഥകൾ ഇപ്പോ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി സാർ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അതുപോലെ ബാർക്കോഴ കേസിൽ മാണി സാർ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോ ഈ പാലാരിവട്ടത്തിന്റെ വിജിലൻസ് കേസ് ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോ എവിടെ എത്തി നിൽക്കുന്നു? അതിൽ മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. പക്ഷേ ആ VK ഇബ്രാഹിം കുഞ്ഞിനെ മാറാ രോഗത്തിലേക്ക് തള്ളിവിട്ടത് ഇവരുടെ വേട്ടയാടലുകളാണ്. മരണത്തിനോട് മല്ലടിക്കുമ്പോഴും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയതും ഇതേ ഇടതുപക്ഷ സർക്കാരാണ്. കൂളിമാട് പാലം തകർന്നതുപോലെ, മാഹിയിലെ പാലം തകർന്നതുപോലെ, ഈ ഇടത് സർക്കാർ പണിത പാലങ്ങൾ തകർന്നു വീണതുപോലെ VK ഇബ്രാഹിം കുഞ്ഞിന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും പാലം തകർന്നു വീണിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പുതുപ്പള്ളിയിലെ ഖബർസ്ഥാനിൽ, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ഖബർസ്ഥാനിൽ എഴുതി വെച്ചിട്ടുണ്ട്, സത്യമായിട്ടും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. പാലായിലെ കുഞ്ഞുമാണിയുടെ ഖബർസ്ഥാനിൽ അതുപോലെ തന്നെ ജനങ്ങൾ വന്ന് പുഷ്പാർച്ചന ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നാടിനെ കണ്ടെത്തിയ, വീണ്ടെടുത്ത, ഉയർത്തിപ്പിടിച്ച നീതിമാനായ ഭരണാധികാരിയായിരുന്നു. ആലങ്ങാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ മൺകൂന കൊണ്ടുണ്ടാക്കിയ ആ കബറിടം ഇഷ്ടിക കൊണ്ടും കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ടും ഒരു കബറിടം ഒരുക്കുകയാണെങ്കിൽ സത്യമായിട്ടും കേരളത്തിലെ ജനത അതിൽ എഴുതി വെക്കും, സത്യമായിട്ടും VK ഇബ്രാഹിം കുഞ്ഞ് നീതിമാനായിരുന്നു, സത്യസന്ധനായിരുന്നു. ആരാണ് ആ കള്ളക്കഥകൾക്കും ആ ഇല്ലാത്ത അഴിമതികൾക്കും പിന്നിൽ പ്രവർത്തിച്ചത്? അത് പ്രവർത്തിച്ചത് CPM-ന്റെ അന്നത്തെ എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി അല്ലേ? അന്നത്തെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സൈബർ ടീമിന്റെ തലവനല്ലേ? കാലെ കൂട്ടി കളമശ്ശേരിയിൽ മത്സരിക്കാൻ കോപ്പ് കൂട്ടി ഇല്ലാത്ത അഴിമതി കഥകൾ ഉണ്ടാക്കിയ ആ മനുഷ്യൻ ഇന്നിപ്പോ വീണ്ടും തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോ നിങ്ങളാണ് ആലോചിക്കേണ്ടത്, നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. യഥാർത്ഥ വികസനം ആരാണ് നടത്തിയിട്ടുള്ളത്? പേപ്പറിലും ഫ്ലെക്സിലും കാണുന്നതല്ല വികസനം. നമുക്ക് സഞ്ചരിക്കാനും നമുക്ക് നേരിൽ കാണാനുമുള്ളതാണ് വികസനം. ആ വികസനം യാഥാർത്ഥ്യമാക്കിയ UDF അല്ലേ കളമശ്ശേരിയിൽ വിജയിക്കേണ്ടത്? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കളമശ്ശേരി കളറായോ? LDF സർക്കാർ വന്നപ്പോ ഈ പാലം പൊളിച്ചു പണിതിട്ടുണ്ടോ? ഇല്ല. ഈ പാലം പൊളിച്ചു പണിയേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? ഇല്ല. ഇവർ ആരോപണം ഉന്നയിച്ചവർ ലോ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. കോടതി പറഞ്ഞു ലോ ടെസ്റ്റ് നടത്താൻ, എന്നിട്ടും നടത്തിയിട്ടില്ല. ഇനി നിങ്ങൾ പറയണം, എന്തായിരുന്നു പാലാരിവട്ടം പാലം? അതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, ജനകീയനായ ഒരു മന്ത്രിയെ പരാജയപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച CPM-ന്റെ നേതാവിന് അവിടെ മത്സരിച്ച് MLA ആകാൻ വേണ്ടി അവർ ഉണ്ടാക്കിയ കള്ളക്കഥകൾ ഈ കേരള നാട് പൊളിച്ചടക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ വിലയിരുത്തുക. കളമശ്ശേരി കളറായോ? മന്ത്രി രാജീവ് പരാജയമല്ലേ?